ചിലർ പറയുന്നു സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു രഹസ്യമുണ്ട് എന്ന്. അവർ പറയുന്നത് ഈ രഹസ്യം വളരെ സിമ്പിളാണെന്ന്. അവർ പറയുന്നത് ഇതാണ്: നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങൾ ചെയ്യുന്നത് എന്തായിരുന്നാലും ശരി, നിങ്ങളുടെ മനസ്സിനെ മുന്നോട്ടോ പുറകോട്ടോ പോകാൻ അനുവദിക്കരുത് എന്ന്. കഴിഞ്ഞ കാലത്തെയും വരാൻ പോകുന്ന കാലത്തെയും നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കാൻ അനുവദിക്കരുത് എന്ന്. അവർ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. നോക്കൂ, കഴിഞ്ഞ കാലം ഇപ്പോൾ സത്യമല്ല, അത് കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവയെ കഴിഞ്ഞ കാലം എന്ന് വിളിക്കുന്നത് തന്നെ. ഭാവിയും ഇങ്ങനെ തന്നെയാണ്. അതും സത്യമായിട്ടില്ല, അത് വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ കാലം വരുന്നാലും ശരി, വരാൻ പോകുന്ന കാലം വരുന്നാലും ശരി, ഇതിന് അസ്തിത്വമില്ല. ഇതിന് അസ്തിത്വമുള്ളത് നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ്. ഇവ ജീവിക്കുന്നത് ഓർമ്മകളിലൂടെയാണ്, സങ്കല്പങ്ങളിലൂടെയാണ്, പ്രതീക്ഷകളിലൂടെയാണ്, സ്വപ്നങ്ങളിലൂടെയാണ്. അതല്ലാതെ അതിന് അസ്തിത്വമില്ല. അസ്തിത്വമുള്ളത് ഈ നിമിഷത്തിന് മാത്രമാണ്. കാരണം ഇതാണ് യാഥാർത്ഥ്യം. ഈ നിമിഷം ഒഴിച്ച് ബാക്കിയൊന്നും യാഥാർത്ഥ്യമല്ല. നമ്മളാണെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതേയില്ല. നമ്മളൊന്നെങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകളിലാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തിൻ്റെ സ്വപ്നങ്ങളിലാണ്. യാഥാർത്ഥ്യത്തെ മറന്ന് സ്വപ്നങ്ങളിൽ ജീവിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വേദന അനുഭവിക്കേണ്ടി വരും, നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമുക്കൊരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല. അവർ പറയുന്നത് ഇത്ര മാത്രമാണ്: ഈ നിമിഷത്തിൽ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം മിസ്സായിക്കൊണ്ടേയിരിക്കും. കാരണം ജീവിതം സംഭവിക്കുന്നത് ഈ നിമിഷത്തിൽ മാത്രമാണ്. ഇത് സത്യവുമാണ്. നമുക്ക് ഈ നിമിഷത്തിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞുപോയി. നമുക്കിനി തിരിച്ചു പോയി ജീവിക്കാൻ സാധിക്കില്ല. വരാൻ പോകുന്ന കാലം വന്നിട്ടില്ല. നമുക്ക് മുന്നോട്ട് പോയി അതും അനുഭവിക്കാൻ സാധിക്കില്ല. അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ നിമിഷം മാത്രമാണ്. അതായത് ജീവിതം സംഭവിക്കുന്നത് ഈ നിമിഷത്തിൽ മാത്രമാണ്. ആ നിമിഷത്തെ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥ ശരിയായ സന്തോഷം അനുഭവിക്കുന്നവർ എല്ലാം ഒരുപോലെ പറയുന്നു അവർ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത് എന്ന്. നിങ്ങൾക്കും അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ.